ഒന്നിച്ച് ആത്മഹത്യ ചെയ്യുമെന്നുള്ള പേടിയുടെ പേരിൽ കടം എഴുതിത്തള്ളുന്നതിന് വേണ്ടി അങ്ങോട്ട് നീക്കുക എന്ന് പറഞ്ഞാൽ അവർ അതിന്റെ ഉടമകളല്ലാത്ത കാലത്തോളം അവർക്കത് പാടുള്ളതല്ല. മൊത്തം ജനങ്ങളുടെ ക്യാഷാണ്. ഇവിടെ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഇവർ ആത്മഹത്യ ചെയ്തോട്ടെ എന്ന് വെക്കണമെന്നാണോ ഞാൻ പറഞ്ഞു വരുന്നത്? അതും മനുഷ്യത്വപരമായ സമീപനമല്ലല്ലോ. ഇവർ ആത്മഹത്യ ചെയ്യണമെന്നാണോ പറയുന്നത്? ഇനിയുള്ള കാലത്തും ഇങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്നാണോ പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കുക, അർഹതപ്പെട്ടയാളല്ലാത്തവർക്ക് എഴുതിത്തള്ളാൻ അധികാരമില്ല. അങ്ങനെ എഴുതിത്തള്ളുന്ന ഒരു സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചുകൊള്ളൂ, അതിന്റെ തിക്തഫലം ആത്മഹത്യ പെരുകുകയാണ് ഉണ്ടാവുക. ആത്മഹത്യ പെരുകുകയാണ് ഉണ്ടാവുക. എന്തുകൊണ്ട്? ഈ ചിദംബരം 4 മാസം കഴിഞ്ഞാൽ ഒരു പക്ഷേ പുറത്തു വയ്ക്കൂടായില്ല. തത്സമയത്ത് ഇവിടെ വരുന്നത് വേറൊരു ഗവൺമെന്റ് ആയിരിക്കും. ആ ഗവൺമെന്റ് വരുമ്പോഴേക്ക് ഈ കർഷകർ എന്ത് ചെയ്തിട്ടുണ്ടാകും? പുതിയ ഒരു 70,000 കോടിയുടെ ലോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും, കൃഷിയുടെ പേരും പറഞ്ഞിട്ട്. അവർ എന്തുകൊണ്ടാണ് അങ്ങനെ ധൈര്യം കാണിക്കുന്നത്? ചിദംബരത്തിൽ നിന്ന് അവർ പാഠം പഠിച്ചു. എഴുതിത്തള്ളും, ആത്മഹത്യാ ഭീഷണി മുഴക്കിയാൽ മതി, എഴുതിത്തള്ളും. സ്വാഭാവികമായും നേരത്തെ എടുത്തതിനേക്കാളും 100 രൂപ അധികം ലോൺ എടുക്കുന്നതാണ്. അടുത്തു വരാൻ പോകുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ മുമ്പിലാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത് എങ്കിൽ അവരിരുന്ന് ആലോചിക്കും, ഞങ്ങൾക്കിനിയും 5 വർഷക്കാലം ഉണ്ടല്ലോ, അത് നിലനിൽക്കണ്ടേ? ഈ കഴിഞ്ഞ സർക്കാർ 60,000 കോടി എഴുതിത്തള്ളിയെങ്കിൽ, 70,000 കോടി എഴുതിത്തള്ളിയെങ്കിൽ മാത്രമല്ലേ ഞങ്ങൾക്ക് പേരും പെരുമയുണ്ടാവുള്ളൂ, നമ്മൾ എഴുതിത്തള്ളുക. നോക്കുക, ഓരോ ഗവൺമെന്റ് വരുന്ന സന്ദർഭത്തിലും അവർ സ്വീകരിക്കുന്ന നയത്തിന്റെ പേരിൽ റിസർവ് ബാങ്കാണ് മെലിയുന്നത്. റിസർവ് ബാങ്ക് മെലിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ ഉറുപ്പിയുടെ വില ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. പണ്ടൊക്കെ 10 രൂപ കൊടുത്താൽ ഒരു ഊണ് കിട്ടുമായിരുന്നു. ഇപ്പോൾ 20ഉം 25ഉം കൊടുക്കണം. അതേ ഊണ് തന്നെയാണ്, അളവ് കുറഞ്ഞിട്ടേ ഉള്ളൂ. റിസർവ് ബാങ്ക് മെലിഞ്ഞിട്ടുണ്ട് എങ്കിൽ സുഹൃത്തുക്കളെ, കടയിൽ കയറി ചോറിന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉപ്പുമാവിന്റെ അത്രയും ചോറേനി കിട്ടാൻ പോകുന്നുള്ളൂ. ആത്മഹത്യ പെരുകയല്ലേ ചെയ്യുക, പട്ടിണി പെരുകയല്ലേ ചെയ്യുക. പണപ്പെരുപ്പം എന്ന് പറയുന്ന ഈ ഒരു മുസീബത്തിലേക്ക് രാജ്യം ചെന്നു ചേരും. അതുകൊണ്ടാണ് പറയുന്നത്, അർഹതപ്പെട്ടവൻ മാത്രമേ എഴുതിത്തള്ളാൻ പറ്റുള്ളൂ. അവനവന്റേതല്ല എങ്കിൽ ആർക്കും എഴുതിത്തള്ളാനുള്ള സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ എന്താ, കാട്ടിലെ മരം വലിയടാ വലിയ എന്നൊക്കെ ഒരു പറച്ചില്ലയോ? അതുപോലെ ചിദംബരവും അങ്ങോട്ട് വലിയടാ എന്ന് പറയും. തൊട്ടടുത്ത് വരുന്ന ധനകാര്യമന്ത്രിയും പറയും. രാജ്യമാകെ സാക്ഷാൽ സോമാലിയായിത്തീരുന്നതാണ്. ഈ വിഷയത്തിൽ നോക്കൂ, എവിടെയെല്ലാം ടച്ച് ചെയ്തിട്ടാണ് ഫിഖ് കടന്നു പോകുന്നത്. മൈസ്രിമൽ അഥവാ ചൂതാട്ടത്തിന്മേൽ ടച്ച് ചെയ്യുന്നു, പലിശമേൽ ടച്ച് ചെയ്യുന്നു, ഖർളുമേൽ ലോണുമേൽ ടച്ച് ചെയ്യുന്നു, ലോണിന്റെ അനന്തരമാകുന്ന ഇബ്രാഹിമേൽ ടച്ച് ചെയ്യുന്നു. വിട്ടിട്ടില്ല, ഈ ഗ്രന്ഥം ഒന്നും വിട്ടിട്ടില്ല, അഥവാ ഖുർആൻ ഒന്നും വിട്ടിട്ടില്ല. അഥവാ ഖുർആനിൽ പറഞ്ഞത് മഹാന്മാരായ ഇമാമുകൾ ഇസ്തിംബാത്തിന് കൽപ്പുള്ള ആളുകൾ മാന്തി പുറത്തിട്ട് തന്നിട്ടുണ്ട്. നജ്ദിന്റെ സന്തതികൾ എന്തേ പറഞ്ഞത്? അവരോട് ഗോയവേവർ, നിങ്ങൾ മാറി നിൽക്കൂ, നിങ്ങൾ മുടിനാരി കീറുന്ന തർക്കവിതർക്കങ്ങളുടെ ആളുകളാണ് മുസ്ലിയാമാരെന്ന് പറഞ്ഞാൽ. മുടിനാരിഴ കീറുന്ന തർക്കവിതർക്കങ്ങളുടെ വിലയാണ് ഇപ്പോൾ ഈ മനസ്സിലായത്. അന്താരാഷ്ട്ര ലെവൽ തുടങ്ങിയിട്ട് ദേശീയ തലത്തിൽ തൊട്ട് നമ്മുടെ സാധാതലത്തിലേക്ക് വരെ എത്തിച്ചേർന്നിരിക്കുന്നു ഈ ചർച്ച. എന്റെ സുഹൃത്തുക്കളെ, ലോകം രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണമെന്ന്. നിങ്ങൾക്കറിയില്ല. അറിയാത്തത് കൊണ്ട് നിർബന്ധമായി നിങ്ങൾ അറിയുന്ന ആളുകളോട് പോയി ചോദിക്കുക. എന്റെ സുഹൃത്തുക്കളെ, ഇത്തരുണത്തിൽ ഞാൻ പറയുകയാണ്, ഫിഖ്ഹിന്റെ മേഖല സജീവമാക്കണം. ഫിഖ്ഹിന്റെ മേഖല സജീവമാക്കണം. ഫിഖ്ഹിന്റെ മേഖല സജീവമാക്കൽ പള്ളി ദർസുകൾ സജീവമാക്കലിലൂടെയാണ്, കിതാബോത്ത് സജീവമാക്കലിലൂടെയാണ്, പണ്ഡിതന്മാരെ വാർത്തെടുക്കലിലൂടെയാണ്. കേവലം ഖുർആനും ഹദീസും മാത്രം പരീക്ഷാ മുൻഷിമാരായി തീരുന്നതിന് വേണ്ടിയുള്ള ഒരു വായന നടത്തിയാൽ അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്ന ആ ആയത്തിന്റെ അടിത്തട്ട് എവിടം വരെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഈജിപ്തിലെ മനുഷ്യൻ ഈ സാദാ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഫായിദ എന്ന് പറയുന്നത് ഹലാലാക്കിയതുപോലെ ഹലാലാക്കുന്നിടത്തേക്ക് നമ്മുടെ നാട്ടിലെ
ഖുർആനും ഹദീസും ഓതിയ ആളുകളും എത്തിപ്പോകും. ഖുർആൻ ഓതണം, തഫ്സീർ മുഖാന്തരം അതിന്റെ അർത്ഥവും പഠിക്കണം. പക്ഷേ ഹുക്കുമ മനസ്സിലാക്കുന്നത് നാലിൽപ്പെട്ട ഒരു ഇമാമിന്റെ നാക്കിലൂടെ ആയിരിക്കേണ്ടതാണ്. അതിന് അവസരമുണ്ടാക്കുന്നത് നമ്മുടെ മദ്രസകളാണ്, നമ്മുടെ പള്ളി ദർസുകളാണ്. നിങ്ങൾക്കും എനിക്കുമൊക്കെ വർത്തമാന സമയത്ത് ഒരു രോഗം വന്നുപെട്ടിട്ടുണ്ട്. അതെന്താണ്? മദ്രസകളേക്കാൾ ഇംഗ്ലീഷ് മീഡിയങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുക എന്ന് പറയുന്നൊരു നിലപാട്. എനിക്കുള്ളൊരു രോഗമാണ്, നിങ്ങൾക്കുള്ളൊരു രോഗമാണ്. ഈ രോഗം ഫിഖ് എന്ന് പറയുന്നതിനെ നാട്ടിൽ നിന്ന് എടുത്തു കളയുന്നതിന് വഴിവെക്കും. ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് കുട്ടികളെ അയക്കുന്ന സന്ദർഭത്തിൽ രാവിലെ 8 മണി 8:30 മണിയാകുമ്പോഴേക്കും അവിടെ എത്തിച്ചു കൊടുക്കേണ്ടതായി വരും. നിർബന്ധമായും 12ാമത്തെ ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിൽ 8-8:30 മണി മുതൽക്ക് ഈ കുട്ടിയെ പിടിച്ചുകൊണ്ടുപോയാൽ അവന് കർമ്മശാസ്ത്രപരമായ ഒരു അടിത്തറ നൽകാൻ സാധ്യമല്ല. രാവിലെ തൊട്ട് 10 മണി വരെയോ 9 മണി വരെയോ മദ്രസയിൽ പോവുക, മഗ്രിബിന് ശേഷം ഒരു 8 മണി 9 മണി വരെ വീണ്ടും മദ്രസയിൽ പോവുക. ആ അവസരത്തിലാണ് കർമ്മശാസ്ത്രപരമായ അമലിയാത്ത് അത് കുട്ടിക്ക് ലഭ്യമാകുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോയാൽ അത് നടത്തുന്ന ആളുകൾ പറയും ഞങ്ങൾ മതം കൊടുക്കുന്നുണ്ട് എന്ന്. കേവലം 1 അവറോ 2 അവറോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ അവർ എന്ന് പറയുന്നതിന്റെ അർത്ഥം മണിക്കൂർ എന്നാണെങ്കിലും അവിടെ ചെന്ന് നോക്കിയാൽ 40 മിനിറ്റേ ഉണ്ടാവുള്ളൂ. അപ്പൊ 40 കൂട്ടിയാൽ 80 മിനിറ്റ്. 80 മിനിറ്റ് കൊണ്ട് ഒരു കുട്ടിക്ക് എന്ത് നൽകാനാണ് 12 വർഷക്കാലം കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കുക. ഒന്നും ലഭ്യമാവുകയില്ല. മാക്സിമം തജ്വീദിന്റെ ഖായിദ ഒപ്പിക്കാത്ത ഒരു ഖുർആൻ പാരായണം, അതിന് സമാനമായിട്ടുള്ള 1, 2, 3 നീക്കങ്ങളും ഇനി വേറെ ഒന്നും അവിടുന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അവർക്ക് 15ാമത്തെ വയസ്സ് 17ാമത്തെ വയസ്സ് പൂർത്തിയാകുമ്പോൾ SLC-ക്കാരായി പുറത്തു വരും. ആ കുട്ടിയുടെ ഹൃദയത്തിൽ ലവലേശം ഫിഖ് പതിഞ്ഞിട്ടുണ്ടാവില്ല. അനേകം കോടി മക്കളാണ് ഇങ്ങനെ പെറ്റുപെരുകി ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരാണ് നാളെയുടെ വക്താക്കൾ. ആലോചിച്ച് നോക്കുക. ഇംഗ്ലീഷ് മീഡിയം രോഗമല്ലേ? നമുക്ക് ശമ്പളം മതിയോ? നമുക്ക് ഉയർന്ന ജോലി മതിയോ? സുഹൃത്തുക്കളെ, നമ്മുടെ സന്തതികൾ ഈ നിലക്ക് ആത്മഹത്യയിലേക്കും മേൽപ്പറയപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്കും പോവാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ ശരിക്കും മദ്രസ പഠനം കിട്ടണം. ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്ത് വല്ല വിധേനയും സാധിക്കുമെന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ സന്തതികളെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് അയക്കരുത്. മറിച്ച് സർക്കാരിന്റെ സ്കൂളിലേക്ക് തന്നെ അയച്ചേക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മക്കളെ ഈ രൂപത്തിൽ രാവിലെയും സന്ധ്യക്കും പഠിപ്പിക്കാൻ ഒക്കുകയുള്ളൂ. അപ്പോൾ ഭൗതികമായ പഠനത്തിന് അല്പം മികവ് കുറഞ്ഞേക്കാം. സർക്കാരിന്റെ സ്കൂളിൽ നിന്ന് SLC എഴുതിയാലും +2 എഴുതിയാലും മാർക്ക് കുറഞ്ഞേക്കാം. ആ കുറവ് ഒരു കുറവല്ല. അതിനെ കൂടി മേക്കപ്പ് ചെയ്യാൻ മതിയായ